മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ എല്ലാവർക്കും മുന്നിലും ഒരു പൊട്ടനായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കരുണയുടെ കളിയാക്കലുകൾ ഏറ്റുവാങ്ങാനാവാതെ അവനാണെങ്കിൽ കൂടുതൽ വാശിയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷു ദിവസം തന്നെ എല്ലാ സത്യങ്ങളും പൊളിച്ചെടുക്കുമെന്ന് ഉണ്ണി തീരുമാനമെടുക്കുന്നുണ്ട്. എന്തായാലും കണ്ണനാണെങ്കിൽ വിഷുവായിട്ട് മഹാലക്ഷ്മിക്കും അനന്തുവിനും ലേഖയ്ക്കും ഒപ്പൊക്കെ തന്നെ ആഘോഷിക്കാനായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ഈ സമയം ഉണ്ണിയും കരുണയും ദുർഗയും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മഞ്ജുവിനെയും മഹാലക്ഷ്മിയെയും കാണുന്നുണ്ട്. വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നു. മഞ്ജു ആണെങ്കിൽ കണക്കിന് കൊടുക്കുന്നുണ്ട്. നിന്റെ തറവാട് സ്വത്തന്നല്ലല്ലോ ഈ ക്ഷേത്രം, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരും പോകും എന്നൊക്കെ തന്നെ മഞ്ജു കരുണയുടെ മുഖത്ത് നോക്കി പറയുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ അതൊന്നും വകവയ്ക്കാതെ ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നുമല്ല, കണ്ണേട്ടനൊരിക്കലും മഹാലക്ഷ്മിയുമായിട്ട് ഇനി ഉണ്ണിക്കരുത്. ഇതുപോലെയുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എനിക്ക് നൽകാനായിട്ട് അയാൾക്ക് തോന്നണം. അതുപോലെ മഹാലക്ഷ്മിയുടെ എല്ലാ സ്വത്തുക്കളും തിരിച്ചു കിട്ടണമെന്നും അതൊക്കെ എന്റെയും ആ ഉണ്ണിയേട്ടന്റെയും പേരിലാവണമെന്നൊക്കെ ദൈവത്തിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കരുണ. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ മഞ്ജുവും സാഗറും ഒക്കെ തന്നെ മഹാലക്ഷ്മിയുടെ ആളാണെന്നുള്ള കാര്യം സംശയം ഉറപ്പാക്കുകയാണ്. പിന്നീട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടാക്കിയതിനു ശേഷം ഉണ്ണി നേരെ പോകുന്നത് അനന്തുവിന്റെയും ലേഖയുടെയും വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ നമ്മുടെ കണ്ണനും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഉണ്ണിയാണെങ്കിൽ ആദ്യം അവിടെ ചെന്ന് കാറൊന്ന് നിർത്തുകയാണ്. നോക്കുമ്പോൾ അവിടെ എല്ലാവരും ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. പറ്റിയ സമയം ഇത് തന്നെയാണെന്നും മുന്നറിയിപ്പില്ലാതെ അങ്ങോട്ട് കയറി ചെന്ന് കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണമെന്നും ഉണ്ണി തീരുമാനിക്കുന്നു. കണ്ണന്റെ അറിവോട് കൂടിയിട്ടാണ് മഹാലക്ഷ്മിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ടെങ്കിൽ അതിന്റെ അച്ഛൻ അത് ആരായിരിക്കുമെന്നും ഒക്കെ തന്നെ അവൻ അറിയാനായിട്ട് ആകാംക്ഷ കൂടുകയാണ്. മാത്രമല്ല ഇന്നേ ദിവസം എല്ലാവരും ഒന്നിക്കുമെന്നും അതുപോലെ ആ ദിവസത്തിൽ മഹാലക്ഷ്മിയുടെ യഥാർത്ഥ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്താനാകുമെന്നും ഉണ്ണി ഉറപ്പാക്കുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ ഒരു വീട്ടിനകത്തേക്ക് കയറി പോവുകയാണ്. കോളിംഗ് അടിക്കുന്നുണ്ട്. ലേഖയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന ഉണ്ണിയെ കാണുമ്പോൾ തന്നെ ലേഖയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്നെ കണ്ട് ഞെട്ടുവൊന്നും വേണ്ട, എവിടെ അവരെവിടെ, അയാൾ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ഇത് കേട്ട് ലേഖ പറയുന്നുണ്ട്, നിനക്കിപ്പോ എന്താ വേണ്ട, ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോകാൻ നോക്കുന്നു പറയുമ്പോഴേക്കും അവിടേക്ക് എല്ലാവരും എത്തുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ബഹളങ്ങളൊക്കെ തന്നെ അകത്തിരുന്ന് കേൾക്കുകയാണ്. ഏകദേശം കണ്ണനും കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. അതായത് ഉണ്ണി സംശയിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ അവനിൽ സംശയം വന്നു തുടങ്ങിയെന്ന് താൻ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉണ്ണി എത്തിയതോട് കൂടിയിട്ട് കണ്ണന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ മഹി പറയുന്നുണ്ട്, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ചാടി കയറി വന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നെന്നൊക്കെ പറയണം. എല്ലാവരും ചേർന്ന് ഇവിടെ ഒത്തുചേർന്ന് ആഘോഷം നടത്തണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഈ ഉണ്ണിയെ മണ്ടനാക്കാനായിട്ട് ആരും നോക്കേണ്ട. നിങ്ങളുടെ ഒരുപാട് നാടകങ്ങൾ പൊളിച്ചടുക്കിയ കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ഇനിയും ഈ നാടകം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊന്നും കരുതണ്ട. നിങ്ങളും എന്റെ ഏട്ടനും ഞങ്ങളെ നന്നായി പറ്റിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അത് മനസ്സിലാവാതെ എന്റെ അമ്മയും ഭാര്യയൊക്കെ തന്നെ അവിടെ അയാളെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അങ്ങനെ പൊട്ടനാക്കാമെന്ന് കരുതണ്ട. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഞങ്ങളിപ്പോ അവിടെ ആരെയും പൊട്ടനൊന്നും ആക്കിയിട്ടില്ല. ഏട്ടന്റെ പണി നോക്കിയിട്ട് പോവാൻ നോക്കാം. ഇവിടെ ഇപ്പോ കണ്ണേട്ടനൊന്നും ഇല്ലെന്ന് പറയുമ്പോ കണ്ണേട്ടനില്ലെന്ന് നീ പറയണ്ട, അയാളെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുത്തേണ്ട കാര്യം ഞാൻ ഏറ്റും. അയാൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്നൊക്കെ മഞ്ജുവിനോട് ഉണ്ണി ദേഷ്യപ്പെടുകയാണ്. എനിക്കിപ്പോ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, കണ്ണേട്ടന്റെ അറിവോട് കൂടിയിട്ടാണോ നീ ഗർഭിണിയായത്, അല്ലെങ്കിൽ നിന്റെ ഈ വയറ്റിൽ ഈ കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുന്നത്? കണ്ണേട്ടന് നീയും തമ്മിൽ ബന്ധപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ആരാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ? ഈ നിൽക്കുന്ന അനന്തുവാണോ അതോ ഈ സാഗറാണോ എന്ന് ചോദിക്കുമ്പോൾ അനന്തുവാണെങ്കിൽ ഉണ്ണിയെ പിടിച്ച് തള്ളിയിടുകയാണ്. മര്യാദയ്ക്ക് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, സത്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും ഉണ്ണി വീണ്ടും വീണ്ടും ചാടി കയറുകയാണ്. കണ്ണിനാണെങ്കിൽ ഇതൊന്നും കേട്ട് അങ്ങ് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞ് അനന്തവും സാഗറും തള്ളിയിടുമ്പോ ഉണ്ണിയാണെങ്കിൽ ആർത്ത് നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പറയടോ, ഇവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ താനല്ലേ എന്ന്. അല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് കണ്ണനാണെങ്കിൽ വരികയാണ്. വീൽചെയറിൽ വരുന്ന കണ്ണനെ കണ്ട് എല്ലാവരും ഒരുപോലെ ഷോക്കാവുന്നു. കണ്ണൻ സത്യങ്ങൾ വിളിച്ചു പറയുമെന്ന് അനന്തുവിനും ലേഖയ്ക്കും മഞ്ജുവിനും സാഗറിനും മഹാലക്ഷ്മിക്കും എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഒരു ഞെട്ടലോട് കൂടി അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ആ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഈ നിൽക്കുന്ന ഞാനാണടാ. ഞാൻ നടക്കാൻ തുടങ്ങി. ഇനി എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ആരും ചോദിക്കരുത്. അത് എന്റെ കുഞ്ഞാണ്. കേട്ട് മടുത്തു. പലപ്പോഴായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നതിന് നിനക്ക് നന്ദിയുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആദ്യം ഒന്ന് ഷോക്കാവുകയാണ്. കാരണം കണ്ണൻ എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് ആ ഒരു കാഴ്ച ഉണ്ണിക്ക് മുന്നിൽ. അങ്ങനെയും അപ്പോ താൻ ഞങ്ങൾ ചതിക്കുകയായിരുന്നു അല്ലേ? മേഘേട്ടനപ്പോ എല്ലാ സത്യങ്ങളും അറിയായിരുന്നു അല്ലേ?
എനിക്ക് തോന്നിയതാടോ, താനൊക്കെ നാടകം കളിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ ദേഷ്യത്തോടെ കണ്ണന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. എന്തായാലും മഹിയാണെങ്കിൽ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട്, ഞാൻ എന്റെ കണ്ണേട്ടനെ സ്നേഹിക്കുന്നത് സ്വത്തിന് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ദേ ഈ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഈ കണ്ണേട്ടന്റെ കുഞ്ഞു തന്നെയാണ്. നിങ്ങൾ എല്ലാവരും പലപ്പോഴായിട്ടും പുച്ഛിച്ചപ്പോഴും ഞങ്ങളുടെ കുഞ്ഞു ജീവന്റെ സുരക്ഷിതത്വം ആലോചിച്ച് മാത്രമാണ് ഒന്നും പറയാതിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയോട് 4 വാക്ക് മഹാലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണിയാണെങ്കിൽ ഞെട്ടലും പകപ്പും ദേഷ്യവും എല്ലാം കൂടി ചേർന്ന് കണ്ണനെ വെല്ലുവിളിക്കുകയാണ്. ഈ ചെയ്തതിന് താൻ അനുഭവിക്കും, അല്ലെങ്കിൽ തന്നെ കൊണ്ട് അനുഭവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയം ആകെ അവിടെ ഒരു നിശബ്ദതയാവുകയാണ്. കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, ഈ ഒരു അവസരം അത് എന്തുകൊണ്ടും നന്നായി. സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ. എത്ര കാലം എന്ന് വെച്ചാ ഇതൊക്കെ ഒളിച്ചും മറച്ചും നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ എല്ലാവരെയും സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും നാടകം ഇന്നത്തോടു കൂടിയിട്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സ്.